നമസ്കാരം. ഇന്ന് അവിട്ടം നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ, ഈ നക്ഷത്രത്തിൽ ജനിച്ചാലുള്ള പ്രത്യേകതകൾ, ഈ നക്ഷത്രത്തിന് അശുഭങ്ങളായ നക്ഷത്രങ്ങൾ, ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് പറയുന്നത്. അതിനു മുൻപ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരിൽ കാര്യക്ഷമതയും കർമ്മനിരത, കാര്യബോധം, ബുദ്ധിസാമർഥ്യം എന്നീ ഗുണങ്ങളും വളരെയധികം കാണപ്പെടുന്നു. സഹകരണ പ്രവർത്തനങ്ങളിലും ജീവിത സൗകര്യങ്ങൾ സുഖകരമാക്കുന്നതിലും രഹസ്യ സ്വഭാവ പ്രകൃതരും സ്വജനപ്രിയരുമാണ്. സ്വന്തം കഴിവിൽ വിശ്വസിക്കുകയും പ്രയത്നിക്കുകയും ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യുന്നവരാണിവർ. ധനസമ്പാദന മാർഗങ്ങളിൽ വളരെ ശ്രദ്ധാലുക്കളാണ്. ഇവർ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ച് തക്ക സമയത്ത് പ്രതികാരം ചെയ്യുന്നു. മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കുന്ന സ്വഭാവം തന്നിമിത്തം അപകടങ്ങളും അസ്വസ്ഥതകളും വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു. നല്ല കുടുംബജീവിതം ഇവർക്കുണ്ടാകും. അവിട്ടം നക്ഷത്ര സ്ത്രീകളിൽ അധികം പേരും സ്ഥിര സ്വഭാവമുള്ളവരും സത്കാരപ്രിയരും ശാരീരിക ക്ലേശങ്ങളുള്ളവരുമായിരിക്കും. ധനപരമായി നല്ല നിലവാരം ഇവർക്ക് പറയാവുന്നതാണ്. ഇനി വിശദമായി നോക്കാം. അവിട്ടത്തിൽ പിറന്നാൽ തവിട്ടിലും നേടും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അവിട്ടം നക്ഷത്രത്തിൻ്റെ മൂന്നാം കാലിൽ ജനിക്കുന്നത് വിശേഷിച്ചും ഭാഗ്യലക്ഷണമാണ്. പേരിനും പെരുമയ്ക്കും കീർത്തികേട്ട അഷ്ടവസ്തുക്കൾ ഈ നക്ഷത്രത്തിൻ്റെ ദേവതയായി വന്നത് തന്നെ അവിട്ടം നക്ഷത്രത്തിൻ്റെ പ്രശസ്തിക്കും മാഹാത്മ്യത്തിനും മുഖ്യ കാരണമായി. ധവളവർണ്ണത്തിൽ മൃദംഗത്തിൻ്റെ ആകൃതിയോടുകൂടിയ ഈ നക്ഷത്രത്തെ ആകാശമണ്ഡലത്തിൽ കാണാവുന്നതാണ്. മേൽപോട്ട് മുഖമായിട്ടാണ് ഇതിൻ്റെ സ്ഥിതി. ചന്ദ്രമണ്ഡലത്തിലാണ് ഇത് വർത്തിക്കുന്നത്. രാമായണത്തിൽ പ്രസിദ്ധിയാർജിച്ച ദുന്ദുഭി എന്ന അസുരൻ ജനിച്ചത് ഈ നക്ഷത്രത്തിലാണ്. ഈ നാളിൽ ജനിക്കുന്ന ശിശുവിൻ്റെ മാതുലനും മൂത്ത സഹോദരനും അരിഷ്ടതയും കഷ്ടതകളും ഉണ്ടാകാം. അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ നല്ല കാര്യക്ഷമതയും കർമ്മകുശലതയും ഉള്ളവരായിരിക്കും. പല പ്രകാരത്തിലുള്ള അറിവ് കൊണ്ടും ബുദ്ധിസാമർഥ്യം കൊണ്ടും ഇവർ എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നു. ശാസ്ത്രീയവും ചരിത്രപരവുമായ അറിവിൽ ഇവരിൽ അധികം ആളുകളും പ്രശംസനീയരായിരിക്കും. ഇത്തരം വിഷയത്തിൽ നല്ല പ്രതിപാദന സാമർഥ്യം ഇവരുടെ പ്രത്യേകതയായിരിക്കും. പരദ്രോഹം ചെയ്യുകയോ അന്യർക്ക് വേദനാജനകമായ പ്രവൃത്തികൾ ചെയ്യുകയോ ഇവർക്ക് അശേഷം ഇഷ്ടമുള്ള കാര്യമായിരിക്കുകയില്ല. സമുദായം, മതം ഇവയെപ്പറ്റിയെല്ലാം ഒരു ഉണർവുള്ളവരായിട്ടാണ് ഇവരിൽ അധികം പേരെയും കാണപ്പെടുന്നത്. ആരെയും കിഴിഞ്ഞു കഴിയാനോ വിധേയത്വം പ്രകടിപ്പിക്കാനോ ഇവർ ഇഷ്ടപ്പെടുകയില്ല. എന്തു കാര്യമായാലും ശരി, അഭിമാനത്തെ ക്ഷതപ്പെടുത്തുക എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും. സ്വന്തം കഴിവിലും പരിശ്രമത്തിലും പുലരുകയെന്ന നിഷ്ഠ മാത്രമായിരിക്കും ഇവരുടെ ജീവിതവ്രതം. എന്തെങ്കിലും കാര്യത്തിൽ പ്രത്യേകമായ ഉദ്ദേശമോ വൈരാഗ്യം തന്നെയോ ഉണ്ടായാൽ അത് മനസ്സിൽ വച്ചുകൊണ്ട് ലക്ഷ്യത്തിലെത്തും വരെ പരിശ്രമിക്കുവാൻ ഇവർ അസാധാരണ വൈദഗ്ധ്യം പുലർത്തിപ്പോരുന്നു. ആനയുടെ വൈര്യ നിര്യാതന ബുദ്ധി പോലെ അത്തരം കാര്യങ്ങളിൽ അവസരം വരുമ്പോൾ പകരം വീട്ടുന്നവരാണിവർ. അവിട്ടം നാളുകാരെ മിക്കവാറും മെലിഞ്ഞു നീണ്ട ശരീരപ്രകൃതികളായിട്ടാണ് കണ്ടുവരുന്നതെങ്കിലും അപൂർവം ചിലർ നല്ല പുഷ്ടിയുള്ള ശരീരക്കാരായും കാണപ്പെടുന്നു. ഗൂഢബുദ്ധിമാന്മാരായിരിക്കും ഇവർ. രഹസ്യങ്ങളെ സൂക്ഷിക്കാൻ ഇവർക്ക് അസാധാരണ കഴിവുണ്ടായിരിക്കും. വളരെ സാധുക്കളായും പാവങ്ങളായും പുറമേ ഭാവിക്കുന്ന ഇവർ തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യത്തിൽ അങ്ങേയറ്റം പരിശ്രമിക്കുന്നവരും അതേ ലക്ഷ്യത്തിൽ നിന്ന് അണുമാത്രം വ്യതിചലിക്കാത്തവരുമായിരിക്കും. വിദ്യാഭ്യാസ യോഗ്യത എന്തുതന്നെയായിരുന്നാലും ഇവരുടെ ബുദ്ധിസാമർഥ്യം പ്രശംസനീയമായിരിക്കും. ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലുകളിലും വാദപ്രതിവാദങ്ങളിലും വ്യവഹാരങ്ങളിലും ഇവർ അതിശയനീയമായി വിജയം വരിക്കുന്നു. നിശ്ചിതമായ ലക്ഷ്യം സാധിക്കുന്നതിനു വേണ്ടിയുള്ള ഇവരുടെ പരിശ്രമത്തിനിടയിൽ വന്നുകൂടാവുന്ന ബദ്ധപ്പാടുകളോ കഷ്ടനഷ്ടങ്ങളോ എന്തുതന്നെയായാലും ഇവർ അതിനെക്കുറിച്ച് അശേഷം പരിഗണിക്കുന്നവരല്ല. ഈ നാളുകാർ വലിയ ആരോഗ്യവാന്മാരായിരിക്കുകയില്ല എങ്കിലും ആരോഗ്യഭീരുക്കളല്ല. സ്വന്തം ശരീരത്തെയും ആരോഗ്യത്തെയും കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ഇവർക്ക് ഏതെങ്കിലും അസ്വസ്ഥതകൾ വന്നുകൂടുമ്പോൾ മാത്രമാണ്. പക്ഷേ ഏതെങ്കിലും അസ്വസ്ഥതകൾ വന്നു കൂടുമ്പോൾ ഇവർക്ക് വലിയ പരിഭ്രാന്തി ഉണ്ടായിരിക്കും. അല്പമൊരാശ്വാസമുണ്ടായാൽ ഇവരെ പിന്നെ കാണുന്നത് തങ്ങളുടെ പ്രവൃത്തി രംഗത്തുമായിരിക്കും. നീർദോഷം, രക്തവാതം, പീനസം, അർശസ് എന്നിങ്ങനെയുള്ള രോഗങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇവരെ സാധാരണ ബാധിക്കാറുള്ളത്. എന്നാൽ നീണ്ടു നിൽക്കുന്ന ആരോഗ്യ വൈകല്യങ്ങളൊന്നും ഇവരെ ബാധിക്കുന്നതല്ല. സ്വന്തം ഭരണസീമയിൽപ്പെട്ട കുടുംബത്തിന്റെ നേതൃത്വവും പ്രമാണികത്വവും വഹിക്കുന്നത് ഇവർ തന്നെയായിരിക്കും. കുടുംബജനങ്ങളെ കൊണ്ട് മിക്കവാറും ഇവർക്ക് മനക്ലേശത്തിനിടയാകും. കുടുംബ ബന്ധത്തിൽ സഹോദരീ പക്ഷത്തെ കാര്യമായി എടുക്കാതെ സഹോദര പക്ഷത്ത് ചേർന്ന് ജീവിക്കുമെന്നുള്ള ഒരു പ്രത്യേകതയും ഇവർക്കുണ്ടായിരിക്കും. പൂർവിക സമ്പത്തുകൾ ബന്ധപ്പെട്ട് സ്വാധീനമാക്കാനും അങ്ങനെ അനുഭവത്തിൽ കൊണ്ടുവരാനും ഇവർക്ക് യോഗമുണ്ട്. സാമാന്യേന 24 വയസ്സ് മുതൽ ഈ നാളുകാർ സ്വതന്ത്രമായ പ്രവർത്തന രംഗത്ത് പുരോഗമിക്കാറുണ്ടെങ്കിലും പ്രതിബന്ധങ്ങളെയും കുഴപ്പങ്ങളും ഇവരെ ഒരിക്കലും വിട്ടുപിരിയുന്നതല്ല.
ഏതെങ്കിലും കാരണവശാൽ മനസ്സ് വിഷമിക്കുക എന്നുള്ളത് കൂടെ കൂടെ ഇവരുടെ അനുഭവമായിരിക്കും. അവയെല്ലാം ബുദ്ധിപൂർവ്വം തരണം ചെയ്ത് ഇവരുടെ കർമ്മകുശലത മുന്നേറുക തന്നെ ചെയ്യും. അവിട്ടം നാളുകാർ മറ്റുള്ളവരെ വിശ്വസിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ശുദ്ധത കൊണ്ടും കരടില്ലാത്ത വിശ്വാസം അന്യരിൽ സമർപ്പിക്കുന്ന സ്വഭാവമായതുകൊണ്ടും ഇവർക്ക് പലപ്പോഴും അപകടങ്ങൾ നേരിടാവുന്നതാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതം സംതൃപ്തകരവും സമാധാനപൂർണവുമായിരിക്കും. ഭാര്യയുടെ കുടുംബക്കാരെ കൊണ്ട് ഇവർക്ക് സാരമായ ഗുണങ്ങളൊന്നും ലഭിക്കുന്നില്ല. എന്നാൽ ഭാര്യയിൽ വിളങ്ങിക്കാണുന്ന നന്മകൾ ആ കുറവുകളെ പരിഹരിക്കുന്നു. ഹിതകാരിണിയും സൗഭാഗ്യവതിയുമായ ഒരു ഭാര്യ ഈ നാളുകാരുടെ മാർഗദർശിനിയായിരിക്കും. കുടുംബത്തിന്റെ ദുർഘടങ്ങൾ ഇതുമൂലം ഇവർക്കുണ്ടാകുന്നില്ല. ജാതകത്തിൽ ആദിത്യനും ബുധനും ഒരുമിച്ച് നിൽക്കുന്ന അവിട്ടം നാളുകാർ ചിലപ്പോൾ അവിവാഹിതരായും കാണാറുണ്ട്. അതുപോലെ കുജനും ശുക്രനും ജാതകത്തിൽ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ ഭാര്യാമരണം അനുഭവിക്കും. ജാതകങ്ങളിൽ ഇങ്ങനെ അനിഷ്ട ലക്ഷണങ്ങൾ ഇല്ല എങ്കിൽ ഇവർക്ക് ഭാര്യാസുഖവും സന്താന സൗഭാഗ്യവും വേണ്ട വിധം ഉണ്ടായിരിക്കും. അവിട്ടം നാളുകാരായ സ്ത്രീകൾ നല്ല തന്റേടമുള്ളവരും വിവേകശാലിനികളുമായിരിക്കും. ആരോഗ്യ വിഷയത്തിൽ ഇവർ പൊതുവെ പിന്നോക്കമായി കാണപ്പെടും. രക്തവാത രോഗം, ഗർഭാശയ രോഗം ഇവ വിട്ടുമാറാതെ ഇവരെ പീഡിപ്പിക്കും. ഗൃഹഭരണത്തിലായാലും ഔദ്യോഗിക രംഗങ്ങളിലായാലും ഇവർക്ക് അസൂയാർഹമാവണ്ണം ശോഭിക്കാൻ കഴിയും. വൈരാഗ്യചിത്തകളായ ഇവർ ആരോഗ്യത്തെ പറ്റിയൊന്നും വകവയ്ക്കാതെ പണിയെടുക്കുന്നവരായിരിക്കും. ആദ്യത്തെ ആർത്തവം ഈ നാളിലായിരുന്നാൽ അവർ ധനധാന്യ സമ്പൽ സുഖം അനുഭവിക്കുന്നു എന്നുമുണ്ട്. വ്യവഹാരത്തിനും പ്രതികാരപരങ്ങളായ കർമ്മങ്ങൾക്കും പുതിയ വാഹനത്തിൽ കയറുന്നതിനും ഗൃഹോദ്യാന നിർമ്മാണത്തിനും ഈ നാളു കൊള്ളാവുന്നതാണ്. നക്ഷത്രത്തിന്റെ ദശാനാഥൻ കുജനാണ്. തുടർന്ന് രാഹു 18 വർഷം, വ്യാഴദശ 16 വർഷം, ശനിദശ 19 വർഷം, ബുധദശ 17 വർഷം, കേതുർദശ 7 വർഷം, ശുക്രദശ 20 വർഷം, ആദിത്യദശ 6 വർഷം, ചന്ദ്രദശ 10 വർഷം എന്നിങ്ങനെ ക്രമത്തിൽ ദശാകാലങ്ങൾ കണക്കാക്കപ്പെടുന്നു. ഇനി പ്രതികൂല നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. അവിട്ടം മകരരാശിക്കാർക്ക് മകം, പൂരം, ഉത്രം 1-ാം പാദം ഇവ പ്രതികൂല നക്ഷത്രങ്ങളാണ്. അവിട്ടം കുംഭരാശിക്കാർക്ക് ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങളും, പൂരുരുട്ടാതി, രേവതി, ഭരണി എന്നിവ 3, 5, 7 നാളുകളായതിനാൽ അശുഭ നക്ഷത്രങ്ങളുമാണ്. മകയിരം, ചിത്തിര, അവിട്ടം എന്നീ നക്ഷത്രങ്ങൾ ജന്മാനുജന്മ നക്ഷത്രങ്ങളാകയാൽ ശുഭകർമ്മങ്ങൾക്ക് നല്ലതാണ്. എന്നാൽ മകയിരം, ചിത്തിര വിവാഹത്തിന് വേദദോഷമുള്ളതിനാൽ യോഗ്യമല്ല. ഇനി അവിട്ടം നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വ്യാഴം, ബുധൻ, ശുക്രൻ എന്നീ ദശാകാലങ്ങളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അവിട്ടം, മകയിരം, ചിത്തിര നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനവും പൂജാതി കാര്യങ്ങളും നടത്തുന്നത് ഉത്തമമാണ്. നക്ഷത്രാധിപൻ ചൊവ്വയായതിനാൽ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ പതിവായി അനുഷ്ഠിക്കുന്നത് ഉത്തമം. ജാതകത്തിൽ ചൊവ്വ ഓജരാശിയിലെങ്കിൽ സുബ്രഹ്മണ്യനെയും യുഗ്മരാശിയിലെങ്കിൽ ഭദ്രകാളിയെയും പതിവായി ഭജിക്കുന്നത് നന്നായിരിക്കും. അവിട്ടവും ചൊവ്വാഴ്ചയും ചേർന്നു വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ അനുഷ്ഠിക്കുക. അവിട്ടം നക്ഷത്രക്കാർ രാശ്യാധിപനായ ശനിയെയും പ്രീതിപ്പെടുത്തേണ്ടതാണ്. ചുവപ്പ്, കടുംനീല, കറുപ്പ് തുടങ്ങിയ നിറങ്ങൾ അനുകൂലമാണ്. അവിട്ടം നക്ഷത്രത്തിന്റെ നക്ഷത്രദേവത വസുക്കളാണ്. അതിനാൽ ഓം വസുഭ്യോ നമ എന്ന മന്ത്രം നിത്യജപത്തിന് ഉത്തമമാണ്. അവിട്ടം നക്ഷത്രത്തിന്റെ നക്ഷത്രമൃഗം നല്ലാൾ അല്ലെങ്കിൽ നരൻ, വൃക്ഷം വഗ്നി, ഗണം അസുരം, യോനി സ്ത്രീ, പക്ഷി മയിൽ, ഭൂതം ആകാശം. ഇപ്രകാരമാണ് അവിട്ടം നക്ഷത്രത്തിന്റെ പൊതുവായ ഫലങ്ങൾ.